പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 11 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങളെ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ എത്ര അത്ഭുതമായിട്ട്, എത്ര ശ്രേഷ്ഠമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ പരിപാലിച്ചു. അനർത്ഥങ്ങൾ ഒന്നും വരാൻ അനുവദിക്കാതെ, അപകടങ്ങൾ വരുവാൻ അനുവദിക്കാതെ കർത്താവ് നമ്മളെ അത്ഭുതമായി കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ച കർത്താവിന്റെ വിശ്വസ്തതയെ ഓർത്ത് സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവേ നന്ദിയോടെ സ്തോത്രം, സന്തോഷത്തോടെ ഉറങ്ങുവാൻ കർത്താവ് ഞങ്ങളെ കരുതിയല്ലോ, സൂക്ഷിച്ചല്ലോ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ നന്ദി, കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ ഉണർന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. അതെ, കർത്താവിനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന്, കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ അപ്പൊ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്, 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 താങ്ക് യു, താങ്ക് യു, താങ്ക് യു അപ്പ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആമേൻ. സങ്കീർത്തനം 33 ഇങ്ങനെയാ പറയുന്നത്, നീതിമാന്മാരെ യഹോവയെ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഹല്ലേലൂയ. അപ്പം നേരുള്ളവരായി നമ്മൾ, അവൻ ദൈവിക നീതി പ്രാപിച്ചവരായി നമ്മൾ കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാണ്. കർത്താവെ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നിട്ട് രണ്ടാമത്തെ വാക്യം പറയാം, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. 12ാമത്തെ വാക്യം പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും കർത്താവ് തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അണഞ്ഞിരിക്കട്ടെ, ആരും അശ്രദ്ധരായിട്ടിരിക്കരുത്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ട്, എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വ്യാഴാഴ്ച ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണം. തന്റെ കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിലിരിക്കുന്നു അതിനകത്ത് ദൈവിക പ്രവൃത്തി വെളിപ്പെടണം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരിലൂടെ അങ്ങയുടെ ഗ്ലോറി അവൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സ്തോത്രം. അങ്ങയുടെ മഹത്വം അവരുടെ കുടുംബജീവിതത്തിലൂടെ, അവരുടെ ജോലിയിലൂടെ, അവരുടെ ബിസിനസ്സിലൂടെ, അവരുടെ കുഞ്ഞുങ്ങളിലൂടെ ഒക്കെ ദൈവത്തിന്റെ മഹത്വം മാനിഫെസ്റ്റഡ് ആകുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. എല്ലാവരും ദൈവിക സ്വസ്ഥത ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ഈ ലോകത്തിൽ സ്വസ്ഥത, ദൈവം തരുന്ന സ്വസ്ഥത, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം, സ്വസ്ഥത യേശുവിൻ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമായിട്ട് പൂർണ്ണ രോഗസൗഖ്യം യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ. അമേൻ, അമേൻ. രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച് നസ്രയനായ യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് വലത്തെ കാലിന്റെ മുട്ടിൽ അതിവേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ ആരോഗ്യം, പൂർണ്ണമായ സ്വസ്ഥത ആ കാലിന്മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ തേയ്മാനങ്ങൾ സൗഖ്യമാകട്ടെ, ഫ്ലൂയിഡിന്റെ കുറവുകൾ മാറട്ടെ, ജോയിന്റിനകത്തുള്ള സകല കംപ്ലൈന്റുകളും യേശുവിൻ നാമത്തിൽ മാറി പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. അതുപോലെ മറ്റു രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ വിടുവിക്കപ്പെടട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങൾ, ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവേ, അങ്ങനെ വലിയ പ്രവൃത്തി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക അഭിഷക്തന്മാർ എഴുന്നേൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണം. നാളത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വവും പുകഴ്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ നടുവിൽ ചെയ്യും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഏതിനാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്? അതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. അതായത് നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ ഈ ലോകത്തിലെ മറ്റു പലതിനുമാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ ദൈവകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ദൈവിക അനുഗ്രഹത്തിലും അനുഭവത്തിലും നമുക്ക് ദൈവിക സ്വസ്ഥതയിലും നമുക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഞാൻ എന്തു വന്നാലും എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് കൊടുക്കും. ഏത് കാര്യത്തിനും കർത്താവിനായിരിക്കും ആമേൻ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയും. കാരണം മത്തായിയുടെ സുവിശേഷം 6 ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ മുൻപേ കർത്താവിനെ കുറിച്ച് അന്വേഷിക്കണം. അതായത് കർത്താവിന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, ദൈവസഭയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, പ്രാർത്ഥിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം, ദൈവവചനം ധ്യാനിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ഏത് ആവശ്യത്തിലും കർത്താവിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം, കർത്താവിൽ തന്നെ ശരണം വെക്കണം. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. ഇപ്പം ഇന്നലത്തെ വൈകിട്ടത്തെ മീറ്റിംഗിൽ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ, ഒരു കല്യാണം വന്നു, അല്ലെങ്കിൽ ഒരു വീട് കയറി താമസം വന്നു. അപ്പൊ നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? കയറി താമസത്തിന് പോകുന്നതിനാണോ, കല്യാണത്തിന് പോകുന്നതിനാണോ, അതോ ദൈവത്തിന്റെ ഒരു കാര്യം അവിടെ നമുക്കൊരു ആരാധന യോഗമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുമോ, ഇതിന് പ്രാധാന്യം കൊടുക്കുമോ? ഇത് വളരെ പ്രധാനമാണ്. ദൈവത്തിന് എല്ലാത്തിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ, ദൈവകാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രനെ നൽകണമെന്ന് പറഞ്ഞു. അബ്രഹാം ഏതിനാ പ്രാധാന്യം കൊടുത്തത്? ദൈവത്തിനാണോ കൊടുത്തത്? ദൈവം പറഞ്ഞ വാക്കിനാണോ കൊടുത്തത്? അതോ തന്റെ മകനാണോ കൊടുത്തത്? അബ്രഹാം തന്റെ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ആയിരിക്കണം. ഏത് സാഹചര്യത്തിലും എല്ലാത്തിനേക്കാൾ ഉപരി കർത്താവായിരിക്കണം ഫസ്റ്റ്. കർത്താവിനായിരിക്കണം പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കുന്നതിനോട് കർത്താവിന് താല്പര്യമില്ല. എല്ലാത്തിനും നമ്മൾ കർത്താവിനെ മുമ്പിൽ നിർത്തി ദൈവകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അതൊക്കെ ജാതികളാണ് വിചാരപ്പെടുന്നത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിഞ്ഞ്, നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തിന് കൊടുക്കണം. TV കാണുന്നതിനേക്കാൾ അധികമായിട്ട് വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ചിലർ ക്രിക്കറ്റ് കളി ഉള്ള ദിവസം ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നതിനോ, പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ടാകണം. ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കണം. ആമേൻ. TV കാണുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും നോക്കുന്നതിനല്ല പ്രാധാന്യം കൊടുക്കണം. ഫസ്റ്റ് ദൈവത്തിന് കൊടുക്കണം. ആലയത്തിൽ പോകുമ്പോൾ ഏറ്റവും ആദ്യം പോകാൻ ആഗ്രഹിക്കണം. ഏറ്റവും മറ്റാരും ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ട് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കണം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കർത്താവിന് കൊടുക്കാമെങ്കിൽ എല്ലാ കാര്യത്തിലും ദൈവിക അനുഗ്രഹം അനുഭവിക്കാൻ കഴിയും. കേട്ടോ? കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് highly favored. God bless you. God bless you. God bless you.